നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി മലബാറിൽ ഹിദായത്തിൻ നൂറാ നജ്മെന്നും ആദനവിക്ക് ശേഷം ഉള്ള പ്രവാചകനാണ് ഉദ്ദേശിച്ചത്. ഈ കാലഘട്ടത്തിലാണ് ഈ വസ്ത്രം നെയ്യുന്ന ചർക്ക, പിന്നെ ഗണിതം പഠിപ്പിക്കാൻ തുടങ്ങിയത്, പിന്നെ കുതിരസവാരി തുടങ്ങിയത്. വിഗ്രഹാരാധന തുടങ്ങുന്നത് വസ്ത്രം നെയ്യുന്ന സംഭവം രൂപം ചെയ്തിട്ട് അങ്ങനെ ആരാധിക്കാൻ പറയുകയാണ്. അങ്ങനെ ഇത് അധികരിച്ചപ്പോഴാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ അഭാവം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. പ്രബോധനവും അദ്ദേഹത്തിന്റെ സമുദായത്തിൽ ധിക്കാരം കാരണം, അവരുടെ അക്രമം കാരണം ഇതിലേക്ക് വന്നിട്ട് ശിക്ഷയും സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമുദായത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കണം. അങ്ങനെ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പ്രബോധനം ചെയ്യുന്ന സന്ദർഭം ആളുകൾ ഞങ്ങളെ പോലെ ഒരു സാധാരണക്കാരനല്ലാതെ ഞങ്ങൾ കാണില്ല, ഞങ്ങളെക്കാളും ശ്രേഷ്ഠത ഞങ്ങൾക്ക് കാണില്ല എന്ന് ആ സമുദായക്കാർ വിശ്വാസത്തോട് പറയണം. ഞാൻ എന്റെ രക്ഷിതാവിനുള്ള വ്യക്തമായ തെളിവുകളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അഭിപ്രായപ്പെടുന്നത് ആ സമുദായക്കാർ ചോദിക്കുകയാണ്. അന്നേരം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ക്രമത്തിന്റെ ആധിക്യം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിൽ പുറപ്പെടുവിക്കുകയാണ്. അന്നേരം അതിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരും നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചത് നാളെ നിങ്ങൾ പരിഹസിച്ചതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾ പരിഹസിക്കുന്നത് പറയണം. അങ്ങനെ ആ കപ്പൽ അടുപ്പുകൾ അടപൊട്ടിയിരിക്കാൻ തുടങ്ങി. ഓരോ വിഭാഗങ്ങളിൽ നിന്നും ഇണകൾ വീതം കപ്പൽ കയറ്റാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പുറപ്പെടുവിക്കും. അങ്ങനെ അവർ ഈ കപ്പലിൽ സഞ്ചരിക്കുകയാണ്. അതിനുശേഷം വലിയ ഈ കപ്പല് ആ കൂട്ടമൃഗങ്ങളെ പോലുള്ള തിരകളിലൂടെ കപ്പലിങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സന്ദർഭം തന്റെ മകനെ ആ ഇങ്ങനെ ശിക്ഷയുടെ കൂട്ടത്തിൽ കണ്ടിട്ട് യാബുലിന്റെ കുഞ്ഞുമോനെ ഇറുക്കമാന ഞങ്ങളോടൊപ്പം കയറ്, കപ്പലിൽ നിന്ന് കയറ് പറയുമ്പോ ആ മകൻ പറയാണ്, ഞാൻ ആ കാണുന്ന മലുണ്ട്, ആ മലയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നത് ആ മകൻ പറയാം. അങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷയില്ല പറഞ്ഞു. അങ്ങനെ കപ്പലിങ്ങനെ സഞ്ചരിച്ച് ജൂതി പർവ്വതത്തിന് മേലിൽ അഭയം പ്രാപിക്കും. അവര് കങ്കൂര് വിട്ട് അവർ അവിടെ ചെറിയ കപ്പലാണ്, അതിന്റെ വലിയ ഉണ്ടാക്കി വെച്ചു. ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഇതിന്റെ വീതി 50 മുഴം, നീളം 300 മുഴം. ഇതിന്റെ വീതി 80 മുഴം, നീളം 300 മുഴം. ചില ആൾക്കാർ ഇതിന്റെ വീതി 300 മുഴം, നീളം 600 മുഴം. പിന്നെ ഇതിൽ പ്രവേശിച്ച ആൾക്കാരുടെ പേരിലും ഇഖ്തിലാഫ് ഉണ്ട്. ചില ആൾക്കാർ പറഞ്ഞത് ഇതിൽ 72 ആൾക്കാർ പ്രവേശിച്ചു എന്നാണ്, ചില ആൾക്കാർ 10 ആൾക്കാരും പ്രവേശിച്ചു എന്ന്. പിന്നെ ഇതിന്റെ സഞ്ചാര സമയം എന്ന് പറഞ്ഞത് ഈ കപ്പല് പുറപ്പെട്ടത് റജബ് 1-നാണ്. പിന്നെ ഇത് ജൂതി പർവ്വതത്തിൽ നങ്കൂരിട്ടത് മുഹറം 1-ന്. ഹൂദ് നബി അലൈഹി സ്വലാം നൂഹ് നബിക്ക് ശേഷം നിയോഗിക്കപ്പെട്ടു. അവർ അഹ്കാഫ് എന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. ആ നാട് ഇപ്പോൾ യമനിന്റെയും ഹദ്റമൗത്തിന്റെയും റുബുൽ ഖാലി എന്ന മരുഭൂമിയുടെയും ഇടയിൽ വരുന്നു. പിന്നെ അവർ കൃഷിയിലും അതുപോലുള്ള കാര്യങ്ങളും വളരെ മുമ്പന്തിയിലായിരുന്നു. അണക്കെട്ട് ആദ്യമായിട്ട് നിർമ്മിച്ചത് ഇവരാണ്. സദ്ദു മഅറൂബ് എന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന അവരുടെ ഒരു പുരാണാവശിഷ്ടമാണ്. പിന്നെ ഇവർ വളരെ ശക്തരും മല്ലരായിരുന്നു. അല്ലത്തി ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാം
474 വർഷം ജീവിച്ചു. ഇവരുടെ BC 2400-ൻ്റെയും 2600-ൻ്റെയും ഇടയിലാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവരുടെ അവശിഷ്ടങ്ങൾ അധികമൊന്നും കിട്ടിയിട്ടില്ല. കാരണം നശിപ്പിക്കപ്പെട്ട രാജ്യമായതുകൊണ്ട് അറബികൾ ഇതിനെ 3 വിഭാഗമാക്കിയിട്ടുണ്ട്. അറബെ ബാഇദ എന്നാണ് ഇവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അധികം വിവരങ്ങളും ഇവരെ നിർമ്മാണങ്ങളെ കുറിച്ചൊന്നും ഇല്ല. പിന്നെ കസീബുൽ അഹ്മർ എന്ന സ്ഥലത്തായിരുന്നു ഇവിടെ മുഖ്യമായിട്ട് ഇവർ താമസിച്ചിരുന്നത്. സിഫാർ എന്ന സ്ഥലത്തിൻ്റെ കുറച്ചപ്പുറത്ത്. പിന്നെ സിഫാർ അഹ്കാഫ് എന്ന സ്ഥലത്തിൻ്റെ ഒരു മലയോര ഭാഗം. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറ. ഇത് ഹദറമൗത്ത് തന്നെയാണ്. വേറെ പല റിവായത്തുകളുണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും പ്രബലമായത്. ശക്തിയുള്ള ആൾക്കാരായിരുന്നു. ആ ശക്തി കൊണ്ട് തന്നെ അള്ളാഹു ഓല അഹങ്കരിച്ചത് കൊണ്ട് അള്ളാഹു അവർക്ക് ശിക്ഷ നൽകാൻ തീരുമാനിച്ച്. അങ്ങനെ കൊടുങ്കാറ്റാണ് അവർക്ക് കൊടുത്തത്. കൊടുങ്കാറ്റ് പറഞ്ഞാൽ 7 രാത്രിയും 8 പകലുമാണ്. ആ കൊടുങ്കാറ്റിൻ്റെ 7 പകലും 8 അല്ല 7 രാത്രിയും 8 പകലുമാണ് അവരുടെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യം. അതായത് ആ ചില കിതാബിലൊക്കെ കാണാം അള്ളാഹു അവർക്ക് അവരെ ആകാശത്ത് ഉയർത്തിയാണ്ട് അവിടെ നിന്ന് തന്നെ മരിപ്പിച്ച്, അതായത് ചിന്നമിന്നാക്കിയാണ്ട് മരിപ്പിച്ച് കളയും. 2 ആൾ കൂട്ടിയിടിച്ചാണ്ട് അങ്ങനെയൊക്കെ കൊലപ്പെടുത്തും. അങ്ങനത്തെ ശിക്ഷയാണ് നൽകിയത്. അങ്ങനെ ആദ്യക്കുള്ളൊരു ശിക്ഷയായിരുന്നു. പ്രദേശമാണ് ഇന്ന് സൗദിയിൽ അഥവാ മദീനക്കും തബൂക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മദീനയിൽ നിന്ന് ഓൾമോസ്റ്റ് 320 കിലോമീറ്റേഴ്സിന് ഇടയിലായിട്ട് ഇത് വരും. ഇന്ന് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രത്തിലേക്കാണ് സാലിഹ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചത്. സമൂദ് ഗോത്രം എന്ന് പേര് വരാൻ കാരണം ഇവരുടെ പിതാമഹനിൽ ഒരാളുടെ പേരായിരുന്നു സമൂദ്. അതിലേക്ക് ചേർത്തുകൊണ്ട് സമൂദ് ഗോത്രം എന്ന് പറയുന്നു. അതേപോലെ അദ്ദേഹം വന്ന് ഏകദൈവ ആരാധനയിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷെ അവർ അതിനെ നിഷേധിച്ചു. അതിനെ തുടർന്ന് അവർ ഒരു വെല്ലുവിളി എന്നോണം ഒരു പാറയിൽ നിന്നും അസാധാരണമായ ഒരു വിശേഷണങ്ങളുള്ള ഒട്ടകത്തെ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയും ആ പാറയിൽ നിന്ന് ഒട്ടകം വരികയും ചെയ്തു. എന്നിട്ടും അവരിൽ വളരെ ചുരുക്കം പേര് മാത്രമേ വിശ്വസിച്ചുള്ളൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതിനെ കൊല്ലുകയോ ആക്രമിക്കുകയോ ഉപദ്രവം ചെയ്യുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. എങ്കിലും അവരിൽപ്പെട്ട 9 ആൾക്കാർ, ആ നാട്ടിലെ സ്വാധീനവും ശക്തിയുമുള്ള 9 ആൾക്കാർ, 9 ആൾക്കാരുണ്ടായിരുന്നു. അവർ അതിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ അതിനെ അമ്പ് ചെയ്ത് വീഴ്ത്തുകയും തുടർന്ന് ഹുദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയി അതിന്റെ കഴുത്തറുത്ത് അതിനെ കൊല്ലുകയും ചെയ്തു. ഇതിന്റെ ശിക്ഷയായി സാലിഹ് നബി അലൈഹി ഇസ്ലാം അവർക്ക് 3 ദിവസം അവിടെ താമസിക്കാൻ, 3-ാമത്തെ ദിവസം അവർക്ക് ശിക്ഷ വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഭയന്ന് ആദ്യ ദിവസം അവരുടെ മുഖങ്ങളെല്ലാം മഞ്ഞ നിറമായിപ്പോയി. 2-ാമത്തെ ദിവസം ഭയം കഠിനമാവുകയും അങ്ങനെ ചുവപ്പും, 3-ാമത്തെ ദിവസം കറുപ്പ് നിറമായി ആവുകയും ചെയ്തു. അങ്ങനെ 3-ാമത്തെ ദിവസം ശിക്ഷ വന്നു. അഥവാ ഘോര ശബ്ദമാണ് അവർക്ക് ശിക്ഷയായി വന്നത്. നമ്മൾ സയന്റിഫിക്കായി നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് സാധാരണയായി കേൾക്കാൻ പറ്റുന്നത് 0 to 120 ഡെസിബിൾസ് ആണ് സൗണ്ട്. 0 to 120. അതിൽ 80 എബോവ് വരുമ്പോൾ തന്നെ ചെവിക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 100 എത്തുമ്പോൾ തന്നെ ഡാമേജും പെയിനൊക്കെ വന്നു തുടങ്ങും. പിന്നെ 177 എത്തുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലാണ്. അങ്ങനെ ഇനി 240 എത്തുകയാണെങ്കിൽ എന്തായാലും മരിക്കും. വന്ന ശബ്ദം ഒരുപക്ഷെ 240 ആകാം, അതിന് മേലെ ആകാം, അല്ലാഹു അലം. അങ്ങനെ അദ്ദേഹത്തിന്റെ സമൂഹം ഒന്നടങ്കം നശിക്കുകയും അതിൽ സാലിഹ് നബി അലൈഹി സ്വലാമും വിശ്വസിച്ചവരെ അള്ളാഹു ഒന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇന്നും അവിടെ ഈ ശേഷിപ്പുകൾ സൗദിയിൽ അവശേഷിക്കുന്നുണ്ട്. ഇത് പർവ്വതം തുറന്നിട്ടാണ് 2 രീതിയിലാണ് അവർ പ്രധാന വീടുണ്ടാക്കിയിരുന്നത്. ഒന്ന് പർവ്വതം തുടർന്ന് ഇതേപോലെ ഉണ്ടാക്കിയിരുന്നു. രണ്ടാമത് സാധാരണ വീടുകൾ പോലെ അതിന്റെ അവശിഷ്ടങ്ങൾ വെറും കല്ലുകളായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ പൂർണ്ണതയോടുകൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ങ്ങളും മറ്റും കാരണം അള്ളാഹിനെ ചെറുപ്പ് വെച്ചു സ്വർഗജതികളായിരുന്നു ഇവര്. പക്ഷെ ഇവരെ ഇതിൽ നിന്ന് തടുത്തു നിർത്താൻ വേണ്ടി ലൂത്ത് നബിയെ അള്ളാഹു അയച്ചു. പക്ഷെ ലൂത്ത് നബി കുറെ പറഞ്ഞു, പക്ഷെ അവർ കേട്ടില്ല. അവരെ പഴയ നിലപാടിൽ തന്നെ നിലകൊണ്ടു. ലൂത്ത് നബിയോട് പറഞ്ഞു, നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും പറഞ്ഞു ലൂത്ത് നബിയോട്. അവസാനം ഗതി കെട്ട് ലൂത്ത് നബി പറഞ്ഞത്, അള്ളാഹു ഈ സമുദായത്തെ ഞങ്ങളെ രക്ഷിക്കണം. ഇത് പ്രധാനമായും 5 ഗ്രാമങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് സദൂം, ഇവിടെയാണ് ലൂത്ത് നബി ഉണ്ടായിരുന്നത്, വലിയ പട്ടണമാണ്. മറ്റൊന്ന് ഉംറ, സൗവ, ദൗമ, ഇതൊക്കെ ഇത് അവിടുത്തെ പട്ടണമാണ്. ആ ഒരു പട്ടണങ്ങളിൽ പോലും നീച പ്രവർത്തനങ്ങൾ ചെയ്യും. ഒരു ലജ്ജയില്ലായിരുന്നു അവർക്ക്. വരുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ, വേറെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ കുറിച്ച് ചെയ്യും. ഇതിന്റെ പേരിൽ തന്നെ ആൾക്കാരും വരാതെ അവർക്ക് കഠിനമായ വരൾച്ച വന്നു. വളരെയധികം ശിക്ഷകൾ ഇറങ്ങി. അതിൽ അവരെ ശിക്ഷയാണിത്.
പ്രതീക്ഷകളാണ്. ഒന്ന് ഘോരമായ ശബ്ദം, അതുപോലെ അവരുടെ നാടിനടുത്ത് എന്ത് ചെയ്യാം അള്ളാഹു കീഴിൽ മറിക്കുകയാണ്. പിന്നെ ആ മറിച്ച ആ പ്രധാനമാണ് കാണുന്നത് ഇത് മറിച്ചിട്ടുണ്ട് ഈ കടലായി മാറി. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ജോർദാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഇതിലേക്ക് ആൾക്കാർ താഴ്ന്നത്. ശിക്ഷ സമയത്ത് യൂത്ത് ലവീസ് കുടുംബവും ഈ ഗുഹയിലാണ് അഭയം പ്രാപിച്ചത്. ഇതിന്റെ അവശിഷ്ടം എന്താണ് അവിടെ കിട്ടിയത്? അതല്ലേ ഫാനുണ്ടോ? ബാബാ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കാണും. ഓരോ പിക്ചറൈസ്ഡായിട്ടുള്ള ഒരു ഡെമോ കാണിക്കാം. ഏറ്റവും വലിയ പ്രവാചകനും ഉല്ലസിൽപ്പെട്ട പ്രവാചകന്റെ വിശദീകരണം. അപ്പോൾ നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം അതാണ് മറ്റു പ്രവാചകന്മാരുടെ മുഴുവൻ ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം യാത്ര ചെയ്ത അദ്ദേഹം ജനിച്ചത് ബാബിലോൺ എന്നുള്ള സ്ഥലത്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സാറബിയും അദ്ദേഹത്തിന്റെ ബാബാന്റെ പേര് ആദറാണെന്നുണ്ട്. ഇബ്രാഹിം താറസാണെന്ന് പറയും. ആദറാണ് അതില് പിന്നെ അദ്ദേഹം ഹർറാൻ എന്നുള്ള സ്ഥലത്തേക്ക് ഹർറാൻ എന്നുള്ള സ്ഥലത്ത് നിന്ന് പിന്നെ അദ്ദേഹത്തിന് മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ടായിട്ട് അവിടുന്നാണ് പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ഇസ്മായിൽ അലൈഹി സ്വലാമും ഇസ്ഹാഖിനെ അദ്ദേഹം ജെറുസലാമിന് പിന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെയും കൊണ്ട് അദ്ദേഹം എവിടേക്ക് പോയി? ഇസ്മായിൽ നബിയും കൊണ്ട് മക്കയിലേക്ക് പോയി. ഇവിടെയൊക്കെ മക്കയുടെ പിന്നെ അവിടെ വെച്ചിട്ടാണ് കാബ പണിതതും പിന്നെ മറ്റു സംഭവങ്ങളും നിബന്ധനകളും പിന്നെ ഇസ്മായിൽ അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ സംശയിക്കുന്നതിലേക്ക് വേറെ വരുന്നുണ്ട്. യാത്രകൾ നടത്തിയ തിരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം ജെറുസലാമിലേക്ക് മടങ്ങിയാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി അതിന് മുകളിൽ പോയാൽ അത് കഴിഞ്ഞ് അതിലേക്ക് വരും. അങ്ങനെ അവർ ഒരു തെറ്റാലി ഉണ്ടാക്കുകയോ അതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിലേക്ക് കൊണ്ടാക്കുകയോ ചെയ്യും. ഈ സമയത്താണ് സഹായം ചെയ്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു അപ്പോൾ അള്ളാഹു ഉടനടി പ്രകാരം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേൽ സമാധാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം രാത്രിയിൽ ഒരു നക്ഷത്രത്തെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ രക്ഷിതാവ്. അങ്ങനെ ആ നക്ഷത്രം മറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ മറയുന്ന വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നവനല്ല. അങ്ങനെ ഫലമ്മ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ. അങ്ങനെ അദ്ദേഹം തിളങ്ങുന്ന ചന്ദ്രനെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ രക്ഷിതാവ്. അങ്ങനെ അതും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എനിക്ക് സന്മാർഗം കാണിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വഴിവഴിച്ച ജനങ്ങളിൽ പെടുമെന്ന്. അങ്ങനെ ഫലമ്മ അശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ ഫലമ്മ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. അങ്ങനെ അദ്ദേഹം സൂര്യനെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ രക്ഷിതാവ്, ഇത് ഏറ്റവും വലുതാകുന്നു. അങ്ങനെ അതും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ മറ്റുള്ള വസ്തുക്കളെ പങ്കുചേർക്കുന്നതിന് ഞാൻ നിരപരാധിയാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി ഈ ലോകത്ത് ഒരു വസ്തുവും ആരാധ്യ വസ്തു ആകാനുള്ള ഒരു യോഗ്യതയില്ല, യോഗ്യത അള്ളാഹുവിന് മാത്രമാണുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ഇസ്മായിൽ നബിനെ ഹാജറബീനെ മക്കയെ കൊണ്ട് ഉപേക്ഷിക്കും. ഹാജറബി ആ സമയത്ത് 3 പ്രാവശ്യം ചോദിക്കും
ഞങ്ങളെ ഒഴിവാക്കുകയാണോ ഉപേക്ഷിക്കുകയാണോ? ആ സമയത്ത് ഇബ്രാഹിം ഹസൻ ഹാജറബി ചോദിക്കും അള്ളാഹു കൽപ്പനയാണോ ചോദിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറബി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഞങ്ങൾ ഉപേക്ഷിക്കാൻ, ഞങ്ങളിവിടെ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ചോദിക്കും. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതെന്ന് പറയും. അപ്പം ഹാജർ നബി അലൈഹി സ്വലാം പറയും അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങൾ ഒഴിവാക്കുകയില്ല. അതിനുശേഷം അവരെയുള്ള ഭക്ഷണം വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം ഹാജറബി സഫയിലേക്ക് 7 പ്രാവശ്യം ഓടി കഴിഞ്ഞ ശേഷം ഓരോ പ്രാവശ്യം ഓടുമ്പോൾ കുട്ടിയെടുത്ത് നിന്നിട്ട് പോകുക, കുട്ടീനെ നോക്കിയിട്ട് കുട്ടിയുടെ അടുക്കൽ. അപ്പോൾ 7 പ്രാവശ്യം വന്ന് ഓടിയ ശേഷം 7ാമത്തെ പ്രാവശ്യം ഓടി കഴിഞ്ഞ ശേഷം അവിടെ നോക്കുമ്പോൾ കുട്ടി കാലിട്ട സ്ഥലത്ത് ജിബീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഷാമിയിൽ നിന്ന് ഇബ്രാഹിം 4 പ്രാവശ്യം അങ്ങോട്ടിങ്ങോട്ടും തിരിച്ച് പോയി വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ 7 വയസ്സിൽ വന്ന് അറുത്ത് പിന്നെ അതിൻ്റെ പകരമായിട്ട് ആടിനെ അറുത്തോളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയി. പിന്നെ ഇവിടെ തന്നെ വന്നപ്പോൾ സംസം വെള്ളം വന്നു. സംസം വന്നപ്പോൾ പിന്നീട് ആൾക്കാർ ഒരു യാത്രക്കാരുണ്ടായിരുന്നു, ചെറുതും കബീലക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി ഞങ്ങളിവിടെ താമസിച്ചോളൂ എന്ന് പറയും. ഈ വെള്ളം ഉപയോഗിക്കാൻ അധികാരമൊന്നുമില്ല, നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറയും. അങ്ങനെ ചെറുഹും കബീലയാണ് യമനിൽ നിന്ന് വരുന്നത്. പിന്നെ അവരെന്താക്കാണ് വികസിക്കാൻ ഇസ്മായിൽ അലൈഹി സ്വലാം ഒരു യുവാവായി ഇവിടെ തന്നെ ചെറുഹും കബീലയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പെണ്ണിന് കല്യാണം കഴിക്കുന്നത് ആ ഒരു മിനി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആവർത്തിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം വന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാം ഇല്ലായിരുന്നു. ആ സമയത്ത് എവിടെ പദ്ധതി വേട്ടയാടാൻ പോയതെന്ന് പറയും. ആ സമയത്ത് വീടിൻ്റെ പടി ആദ്യം കുറ്റം പറയുന്നൊരു വീട്ടിലായിരുന്നില്ല. ഇതിൻ്റെ പടി മാറ്റി വെക്കാൻ വേണ്ടി പറയും. 2ാമത് വന്നപ്പോൾ നല്ല രീതിയിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ആ ഒരു നബിയുടെ 2ാമത്തെ മകൻ ഇസ്ഹാഖ് നബി. ഫസ്റ്റത്തെ 2 ഭാര്യമാരുണ്ടായിരുന്നു, ഒന്ന് സാറാ ബീവിയും ഒന്ന് ഹാജറ ബീവിയും. ഹാജറ ബീവിൻ്റെ മകനാണ് ഇസ്മായിൽ നബി. അതിൻ്റെ കഥ പേരാണെന്നോ ഇനി ഇസ്ഹാഖ് നബിയാണ്. ഇസ്ഹാഖ് നബി സാറാ ബീവി ഫസ്റ്റത്തെ ഭാര്യയായ സാറാ ബീവി വന്ധ്യയായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വയസ്സായ കാലഘട്ടത്തിലാണ് ഇബ്രാഹിം നബിക്ക് മലക്കൾ മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, ഇങ്ങനെ മകനുണ്ടാവും. അങ്ങനെ ഇസ്ഹാഖ് നബി ജനിക്കുകയാണ്. ഇസ്ഹാഖ് നബി ഇങ്ങനെ നുബുവത്ത് നബിയായിട്ട് നിയോഗിക്കപ്പെടുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കണം. നബിയായിട്ട് നിയോഗിക്കപ്പെട്ടത് ഈ ഷാം ഭാഗത്തേക്കാണ്. ഷാം, ഫലസ്തീന, സിറിയ അത് അടങ്ങുന്ന ഷാമിൻ്റെ ഭാഗത്തേക്കാണ്. ആ ഷാമിൻ്റെ ഭാഗത്തിൽപ്പെട്ട 2 പവിത്രമാക്കപ്പെട്ട പള്ളികളാണ്. ഇത് ഒന്ന് മസ്ജിദുൽ അഖ്സയാണ്. ഇന്ന് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ മസ്ജിദുൽ അഖ്സ അടിച്ചാൽ ഇതാണ് വരിക. കാരണം ഈ പള്ളി പറഞ്ഞാൽ ഇസ്ഹാഖ് നബി, ഇബ്രാഹിം നബിയും സുലൈമാൻ നബി അവിടെ ധാരാളം നബിമാരുടെ പവിത്രതകളുള്ള പള്ളിയാണ്. സുലൈമാൻ നബി ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തിയത്. ഈ പള്ളി ഇപ്പം ഗൂഗിളിലൊക്കെ ഇല്ലാതായിട്ട് അടിച്ചുകൊടുത്ത ഈ പള്ളി വരും. ഈ പള്ളി ശരിക്കും പോലെ പറഞ്ഞാൽ നമുക്ക് നമസ്കാരം ഫറലാക്കാൻ വേണ്ടിയിട്ട് ഏറാജിനും വേണ്ടി പോകുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ അടിയിൽ ഒരു പാറുണ്ട്, ഈ പള്ളിയുടെ നടുവിൽ. ഈ പാറമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഉയരുന്നത്. അതാണ് ഈ പള്ളി. ഇപ്പോൾ ഈ പള്ളിയിൽ ധാരാളം വാതിലുകളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച വാതിലൊക്കെ ഇനി ഇസ്രായേലിൻ്റെ കീഴിലാണുള്ളത്. അപ്പം ധാരാളം വാതിലുകൾ അടച്ചു പൂട്ടിക്കണം. ധാരാളം കുറച്ച് സ്ഥലം മാത്രമേ നമസ്കരിക്കാനും ആയിട്ടുള്ളൂ. ഇവിടുത്തെ ഇമാം ഇപ്പോൾ ഈ പള്ളിയിൽ ഇമാമില്ല. ഇപ്പോൾ ഈ പള്ളിയിൽ ഇമാമുണ്ട്, പക്ഷേ കുറച്ച് സ്ഥലം മാത്രം നിസ്കരിക്കാറുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജമാഅത്തായിട്ട് ഇതിന്മേലാണ് നമുക്ക് പിന്തുടരുന്നത്. ഇത് ലോകത്ത് 2ാമതായി ഉണ്ടാക്കിയ പള്ളിയാണ്. മക്കത്താണ് മസ്ജിദുൽ ഹറമിന് ശേഷം ഉണ്ടാക്കിയ പള്ളിയാണ് ഈ പള്ളി. ഇത് മസ്ജിദുൽ അഖ്സ അല്ല. ഇത് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ നമ്മൾ തെറ്റ് ഞാൻ വാട്സാപ്പ് അയച്ചത് ഇപ്പം എനിക്ക് നജ്മുൽ ഹുദ അടിച്ചാലും മറ്റേത് അടിച്ചാലും 2 കിട്ടും.
ഇത് ബൽക്കീസ് രാജ്ഞി വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് സുലൈമാൻ നബി ഉണ്ടാക്കുന്ന ഒരു ചില്ലിന്റെ കൊട്ടാരാണിത്. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അതുപോലെ അള്ളാഹുവിന്റെ സഹായം തന്റെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാനും വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു കൊട്ടാരാണിത്. അവരുടെ നാട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം തന്റെ സദസ്സിലുള്ളവരോട് പറഞ്ഞ് ഇവിടെ എത്തുന്നതിന് മുന്നേ അവരുടെ സിംഹാസനം ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നിന്റെ കൂട്ടത്തിൽപ്പെട്ട ശക്തനായ ഒരു ജിന്ന് പറഞ്ഞു, താങ്കൾ ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ ഇത് എത്തിച്ചേരാം. അപ്പോൾ വേറെ ആലിമായ മറ്റൊരു ജിന്ന് പറഞ്ഞു, താങ്കൾ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ഈ കൊട്ടാരത്തിൽ കയറി, ബൽക്കീസ് രാജ്ഞിയും കൂട്ടരും ഈ കൊട്ടാരത്തിൽ കയറി ഈ കൊട്ടാരത്തിന്റെ ആ വെള്ളക്കെട്ട് കണ്ടുകൊണ്ട് വെള്ളം വസ്ത്രത്തിലാവണ്ട എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ വസ്ത്രം പൊക്കുന്നുണ്ട്. അപ്പൊ സുലൈമാൻ നബി പറയുന്നുണ്ട്, ഇന്നോ സൊറഹം മുമറദും കവാരിർ, അതായത് ചില്ലിനായുള്ള ഒരു കൊട്ടാരമാണിത്. സുലൈമാൻ നബി അലൈഹി സ്വലാം തന്റെ സൈന്യത്തോടു കൂടെ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ സൈന്യത്തെയും കണ്ടിട്ട് എറുമ്പിന്റെ ഒരു കൂട്ടം, അതായത് ഇവര് പോകുന്നത് ഒരു തായ്വരയിലൂടെയാണ്, അവരെ കണ്ട് ഒരു എറുമ്പിന്റെ കൂട്ടത്തിലെ എറുമ്പിന്റെ നേതാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാളത്തിലേക്ക് കയറുക, സുലൈമാൻ നബിയും കൂട്ടരും നിങ്ങളെ ചവിട്ടി നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ആ സംഭവത്തെ പ്രതിനിധീകരിച്ചുണ്ടാക്കിയതാണ് ഇത്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചുള്ള ചരിത്രമാണ്. അപ്പോൾ ഇതിൽ ആദ്യം കാണുന്നത് യൂനുസ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയിൽ 30 വർഷത്തോളം പരിശ്രമിച്ചിട്ട് വെറും 2 ആൾ മാത്രമാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന് ലഭിച്ചത്. ആ സമയത്ത് യൂനുസ് നബി അലൈഹി സ്വലാം അവർക്ക് 3 ദിവസത്തിനുള്ളിൽ അവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെ രണ്ടാമതായി കാണുന്ന കപ്പലിൻ്റെ ചിത്രം യൂനുസ് നബി അലൈഹി സ്വലാം യാത്ര ചെയ്ത ചരക്ക് കപ്പലാണ്. അപ്പോൾ ഈ ചരക്കപ്പൽ കുറച്ച് ദൂരം എത്തിയപ്പോൾ അവിടുന്ന് കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ആ സമയത്ത് കപ്പലിലുള്ളവർ അവരുടെ സാധനങ്ങൾ പുറത്തിടാൻ തീരുമാനിച്ചു. അങ്ങനെ സാധനങ്ങൾ പുറത്തിട്ടിട്ടും അവരുടെ കപ്പലിന് യാതൊരു കുലുക്കത്തിന് വ്യത്യാസവും ഇല്ലാത്തത് കണ്ടപ്പോൾ അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കപ്പലിന് നിയന്ത്രണം ലഭിക്കാൻ വേണ്ടി ഒരാളെ കടലിലെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോൾ ആദ്യം വീണത് യൂനുസ് നബി അലൈഹി സ്വലാമിലാണ്. എന്നാൽ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ സ്വഭാവ മഹിമ കാരണം അവരാരും യൂനുസ് നബി അലൈഹി സ്വലാമിനെ കടലിലെറിയാൻ തയ്യാറായില്ല. അങ്ങനെ 3 പ്രാവശ്യം നറുക്കിട്ടപ്പോൾ 3 പ്രാവശ്യം യൂനുസ് നബി അലൈഹി സ്വലാമിന് തന്നെ ഈ നറുക്ക് വന്ന് വീണപ്പോൾ ഇത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണെന്ന് മനസ്സിലാക്കി യൂനുസ് നബി അലൈഹി സ്വലാം തന്നെ കടലിലേക്ക് ഇട്ട് ചാടി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് യൂനുസ് നബി മത്സ്യം വീഴുകയുണ്ടായി. സാധാരണ എല്ലാവരും തിമിംഗലം എന്നാണ് പറയാറുള്ളത്, എന്നാൽ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് വലിയൊരു ഭീമാകാരമായ മത്സ്യം എന്നാണ് ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. മത്സ്യം വീഴുകയും ആ മത്സ്യത്തിനുള്ളിൽ 3, 7, 40 ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞെന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഈ സമയത്താണ് യൂനുസ് നബി അലൈഹി സ്വലാം നമ്മളെല്ലാവരും ഈ ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയത്. ആ സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ മാംസത്തിനോ ഇതിനൊരു പോറലും വിൽക്കരുതെന്ന് മീനിനോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വേറൊരു കടൽ തീരത്ത് കൊണ്ടുപോയി യൂനുസ് നബി അലൈഹി സ്വലാമിനെ ഈ മത്സ്യം തുപ്പുകയുണ്ടായി. അങ്ങനെ അവിടെ യൂനുസ് നബി അലൈഹി സ്വലാമിന് വേണ്ടി അള്ളാഹു ഈ സ്ഥലത്ത് ഒരു വൃക്ഷം പോലും, ഒരു വൃക്ഷമോ വടിയോ ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. ഈ സ്ഥലത്ത് അള്ളാഹു നബിക്ക് ഒരു വള്ളി, യക്കത്തീൻ എന്നുള്ളൊരു വള്ളി 54 ശരീരത്തും ഈ യക്കത്തീൻ എന്നുള്ള ഖുർആനായത്ത് അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ യക്കത്തീൻ എന്നുള്ള വള്ളി മുളപ്പിച്ചു കൊടുത്തു. അതേമാതിരി യൂനുസ് നബി അലൈഹി സ്വലാം ഇവിടെ വന്ന് ഇറങ്ങുന്നത് രോഗിയായ അവസ്ഥയിലാണ്. ഈ സമയത്ത് നബി 3 ദിവസം കൊണ്ട് ശിക്ഷ വരുമെന്ന് വാഗ്ദാനം ചെയ്ത സന്ദർഭമായി. കാരണം ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ നാട്ടിലെ ആകാശത്തിന് കറുപ്പ് നിറവും പിന്നെ ചുവപ്പ് നിറവും ഒക്കെ ആവുന്നത് കണ്ട് അവരിത് തങ്ങൾക്ക് നബി വാഗ്ദാനം ചെയ്ത ശിക്ഷയാണെന്ന് മനസ്സിലാക്കി അവർ എല്ലാവരും ഒരു വിജനമായ സ്ഥലത്ത്, കുട്ടികളും മക്കളും എല്ലാവരും വിജനമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിച്ചു. അങ്ങനെ നബി അലൈഹി സ്വലാമിനെ വീണ്ടും സമുദായത്തിലേക്ക് തന്നെ വാർസല്ലാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ എന്നുള്ള ഖുർആൻ ആയത്ത് അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ ആദ്യം വന്ന സമുദായത്തിലേക്കാണ് അയച്ചത് അതോ വേറെ അതിനേക്കാൾ കൂടുതലുള്ള സമുദായത്തിലേക്കാണ് അയച്ചത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ലൂത്ത് അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആനിൽ 27 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ സദോം എന്ന പട്ടണത്തിലേക്കാണ് നിയോഗിച്ചത്. അവിടെ പ്രധാനമായും 5 ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും വലിയൊരു പട്ടണമാണ് ഈ സദോം എന്നുള്ളത്. മറ്റൊന്ന് ഉംറ, സഹ്വ തുടങ്ങി അങ്ങനെ ഒരു 5 ഗ്രാമങ്ങളാണ് അവിടെ ഉള്ളത്. ഇവര് എത്രത്തോളം അള്ളാഹുവിനെ ധിക്കരിക്കുകയും വഴിയാത്രക്കാരെ കൊള്ളയടിച്ച് മോശമായ നീച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, എത്രത്തോളം വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ പിടിച്ച് അവർ സ്വയം ഭോഗിക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ലൂത്ത് അലൈഹി സ്വലാമിനെ നിയോഗിച്ച് അവനിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ സമുദായത്തിന്റെ കാഠിന്യതവും അവരുടെ വിഡ്ഢിത്തവും കാരണം അവരുടെ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് ലൂത്ത് നബിക്കെതിരെ അവർ നിന്നു. അങ്ങനെ അവസാനം ലൂത്ത് നബിനോട് പറഞ്ഞു, ഈ ഉപദേശം നിർത്തിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഖാലൂ ലഇൻ ലം തൻതഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ.
ആ സമയത്ത് അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം അവസാനം അള്ളാഹുയോട് ദുആ ചെയ്യാണ്, റബ്ബി നജ്ജിനി വ അഹ്ലി മിമ്മാ യഅമലൂൻ. ഈ മോശമായ ആൾക്കാരിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തു രക്ഷിക്കണേ, എന്നെയും എൻ്റെ കുടുംബത്തെയും കാക്കണേ. അന്നേരം 3 മലക്കുകൾ 3 അതിസുന്ദരമാരായ യുവാക്കളുടെ രൂപത്തിൽ വരികയാണ്. ഇത് കണ്ട ലൂത്ത് അലൈഹി സ്വലാമിന് വളരെയധികം പ്രയാസമുണ്ടായി. കാരണം നാട്ടിലെ അവസ്ഥ എന്ന് ഒരു പുരുഷനെ കണ്ടാൽ അവർ പിടിച്ചു വെച്ച് അവരുമായിട്ട് ബന്ധപ്പെടും. എന്നാൽ ലൂത്ത് അലൈഹി സ്വലാം ഈ 3 പേരെ കണ്ടപ്പോൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വാതിൽ അടച്ചു വെച്ചു. എന്നാൽ തൻ്റെ ഭാര്യ ലൂത്ത് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ തന്നെ നാട്ടിലൊക്കെ പോയി ഈ കാര്യം പാട്ടാക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം വീട്ടിലേക്ക് ഓടി വന്ന് ലൂത്ത് നബി അലൈഹി സ്വലം വാതിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ആ 3 അതിഥികൾ പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ഒരിക്കലും അവർ ഞങ്ങളിലേക്ക് അടുക്കുകയില്ല. അങ്ങനെ അവസാനം അവർ ഓടി വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം തൻ്റെ ചിറകു കൊണ്ട് അവരുടെ മുഖത്തേക്ക് അടിക്കുകയും അവരുടെ കണ്ണുകൾ അവിടെ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. എത്രത്തോളം ആ കണ്ണിൻ്റെ അടയാളം പോലും അവിടെ ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഇതാണ് അവർക്ക് ഇറങ്ങിയ 1ാമത്തെ ശിക്ഷയായിട്ട്. പിന്നെ അതിനുശേഷം അവർ ആ 3 മലക്കുകൾ, അത് ജിബ്രീൽ അലൈഹി സ്വലാം, മീകായിൽ അലൈഹി സ്വലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാമാണ്. അവര് ലൂത്ത് നബിയോട് പറയുകയാണ്, ഇന്ന് സുബഹിക്ക് മുമ്പ് രാത്രിയിൽ തന്നെയായിട്ട് നിങ്ങൾ ഇവിടെ നിന്നും യാത്ര ചെയ്യണം, ഒരിക്കലും പിറകോട്ട് നോക്കാൻ പാടില്ല, കാരണം സുബഹിയുടെ സമയത്ത് അവർക്ക് ശിക്ഷ ഇറങ്ങുന്നതാണ്. അങ്ങനെ ലൂത്ത് അലൈഹി സ്വലാം കുടുംബവും ഭാര്യയും ഒത്ത് രാത്രി സ്ഥലം വിടുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് കഠിനമായ ശബ്ദങ്ങളും ശിക്ഷയുടെ അട്ടഹാസങ്ങളും കേട്ട് ഭാര്യ പിറകോട്ട് നോക്കുകയാണ്, പടച്ചവന്റെ കൽപ്പന ലംഘിച്ച്. അപ്പോൾ അവിടെ ആ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ ഭാര്യയുടെ മേലേക്കും ഒരു കല്ല് വന്ന് പതിച്ച് അവളും ആ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ വന്ന് പെടുകയാണ്. ലൂത്ത് അലൈഹി സ്വലാമിന്റെ സമുദായത്തിന് പ്രധാനമായ 3 ശിക്ഷകളാണ് ഇറങ്ങിയത്. ഒന്ന്, അവരെ ആകാശത്തേക്ക് ഉയർത്തി. 1ാമത്തെ ശിക്ഷയായിട്ട് പറയുന്നത് അവരെ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. എത്രത്തോളം ആ ഭൂമി 1ാം ആകാശത്തുള്ള മലക്കുകൾ വരെ ആ ഭൂമിയിലുള്ളവരുടെ അട്ടഹാസം, കോഴി കൂവിയതും പട്ടികളുടെ കുരകളെല്ലാം കേട്ടു. അങ്ങനെ ലൂത്ത് അലൈഹി സ്വലാമിന്റെ സമുദായത്തെ ആകാശത്തിലേക്ക് ഉയർത്തി അവിടെ നിന്ന് തലക്കീയായി മറിക്കപ്പെടുകയാണ്. വൽ മുഅ്തഫികാത്തു അഹ്വ, തലക്കീയായി മറിക്കപ്പെട്ട ഗ്രാമങ്ങൾ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ അവരുടെ ഓരോരുത്തരുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലിന്റെ മഴ വർഷിപ്പിച്ചു. വ അംതർന അലൈഹിം മതറ ഫസാഅ മതറുൽ മുൻദിരീൻ. അതേപോലെ ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ തീൻ മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്ദിഫീൻ. ആ ഓരോ കല്ലിന്റെ മേലും ഇത് ആരുടെ മേൽ ഭവിക്കണമെന്ന് വരെ എഴുതി വെച്ചിരുന്നു. ആ അവസ്ഥയിൽ അവരുടെ മേലേക്ക് ഓരോ കല്ലും വർഷിപ്പിച്ചു. 3ാമതായി ഒരു അട്ടഹാസമാണ് അവർക്കുണ്ടായ ശിക്ഷ. അങ്ങനെ അവസാനം ലൂത്ത് അലൈഹി സ്വലാമിന്റെ സമുദായത്തെ തലക്കീയായി മറിച്ചു. അവിടെ ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന സ്ഥലമായതിനാൽ തന്നെ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് അവിടേക്ക് വെള്ളം വന്ന് അവിടെ സമുദ്രമായി തീരുകയാണ്. അത് അതിന്റെ വലുപ്പത്തിന്റെ പേരിൽ കടൽ എന്നും അതിന്റെ ഉപ്പ് രസം അധികമായതിന്റെ പേരിൽ മറ്റു കടലിനേക്കാൾ 8.6% ഉപ്പിന്റെ ലവണാംശം കൂടുതലുണ്ട്. അതേപോലെ മെഡിറ്ററേനിയൻ സീനേക്കാൾ 10 മടങ്ങ് ലവണാംശം കൂടുതലുണ്ടായതിന്റെ പേരിൽ തന്നെ ഈ കടലിന് ഈ കടല് മറ്റു കടലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇതിന്റെ ഉപ്പിന്റെ കാഠിന്യം കാരണം അവിടെ മറ്റു ജീവികളോ സസ്യലതാദികൾക്കോ ജീവിക്കാൻ സാധിക്കുകയില്ല. ഇക്കാരണത്താൽ തന്നെ അതിനെ ചാവുകടൽ എന്ന പേരും വന്നു. ഇത് സ്വർഗത്തിലെ മരാണ്. ആദം അലൈഹിസ്സലാമിനെയും ഹൗവ ബിയെയും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. നിങ്ങൾ സ്വർഗത്തിൽ ഇഷ്ടമുള്ള എന്തും കഴിച്ചോ, പക്ഷെ ഒരു മരത്തിലേക്ക് അടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന സമയത്ത് ഇബ്ലീസ് കേൾക്കുകയുണ്ടായി. അപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതശ്ഖാ. ഈ ഇബ്ലീസ് ഉണ്ടല്ലോ, നിൻ്റെ വ്യക്തമായ ശത്രുവാണ്, നിൻ്റെ ഭാര്യയുടെയും. ആ ഇബ്ലീസ് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് അപ്പോൾ തന്നെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാബിൻ്റെയും ഇടയ്ക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ശാശ്വതരാവാനുള്ള ഒരു മരത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ വസ്വാസെല്ലാം ആദം അലൈഹിസ്സലാമും ഹവ്വാബിയും കൊടുങ്ങുകയുണ്ടായി.
അങ്ങനെ ആദം അലൈഹിസ്സലാമും ഹവ്വ ബീവിയും ആ പഴം ഭക്ഷിക്കുകയും അവരുടെ നഗ്നത ഒളിവാവുകയും ശേഷം ഒരു സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് അവരുടെ നഗ്നത മറക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് അവർ മാപ്പ് ചോദിക്കുകയും ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു. ഈ സംഭവത്തെ പറ്റി ഖുർആൻ 3 സൂക്തങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ത്വാഹ, സൂറത്തുൽ അഅറാഫ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വ ബീവിയെയും അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. ആദം നബി അലൈഹി സ്വലാമിനെ ശ്രീലങ്കയിലെ ഇന്ന് ആദം സ്പീക്ക് എന്നറിയപ്പെടുന്ന മലയിലാണ് ഇറക്കിയത്. ഹവ്വ ബീവിയെ ഏത് സ്ഥലത്താണെന്ന് ഇറക്കിയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ഹവ്വ ബീവിയെ അന്വേഷിച്ചുള്ള യാത്രയാണ് തുടർന്ന് അങ്ങോട്ട്. അങ്ങനെ ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴി 40 പ്രാവശ്യത്തോളം ലോകം മുഴുവനും ചുറ്റി. അങ്ങനെ 40ാമത്തെ പ്രാവശ്യം സൗദി അറേബ്യയിൽ വെച്ച് ഇന്ന് അറഫ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഹവ്വ ബീവിയെ കണ്ടെത്തുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയതിൻ്റെ പേരിലാണ് ആ സ്ഥലത്തിന് അറഫ എന്നുള്ള നാമം വീണത്. ആ സംഭവമാണ് ഇതിലൂടെ വിവരിക്കുന്നത്. ഇത് ആദം നബിൻ്റെ 8 മക്കളായ ഹാബീലിനും കാബീലിനും സംഭവമാണ്. ആദം നബി ഹവ്വ ബീവിയും അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയതിനു ശേഷം അവർക്ക് 2 മക്കളുണ്ടായി, ഹാബീലും കാബീലും. അവർ ജനിച്ചത് ഇരട്ടകളായിട്ടാണ്. ഹാബീലിൻ്റെ കൂട്ടത്തിലൊരു സഹോദരി, കാബീലിൻ്റെ കൂട്ടത്തിലൊരു സഹോദരി. അങ്ങനെ അവർക്ക് കല്യാണപ്രായം എത്തിയപ്പോൾ ആദം നബി തീരുമാനിച്ച് ഹാബീലിനെയും കാബീലിനെയും ഓപ്പോസിറ്റായിട്ട് വിവാഹം കഴിക്കാം. ഹാബീലിൻ്റെ സഹോദരനെ കാബീൽ, കാബീലിൻ്റെ സഹോദരനെ ഹാബീൽ. പക്ഷേ ഈ തീരുമാനത്തിൽ കാബീലിന് യോജിപ്പില്ലായിരുന്നു. കാരണം ഹാബീലിൻ്റെ സഹോദരി സൗന്ദര്യക്കുറവുള്ളായി. അങ്ങനെ അവസാനം അള്ളാഹിൻ്റെ മുമ്പിൽ ബലി അർപ്പിക്കാൻ പറഞ്ഞ് അതിന് ഹാബീൽ ഒരു ആടിനെയും കാബീൽ കുറച്ച് പുല്ല് അള്ളാഹിൻ്റെ മുന്നിൽ സമർപ്പിച്ച്. അങ്ങനെ അള്ളാഹ് ഹാബീലിൻ്റെ സമർപ്പണം സ്വീകരിച്ചു. അത് സ്വീകരിക്കാനുള്ള കാരണം തഖ്വയുള്ളവരെ അമലെ അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്തൊക്കെ കാബീലിന് ഭയങ്കര ദേഷ്യമായിരുന്നു. കുർബാന സ്വീകരിക്കാത്തതും പിന്നെ സഹോദരി നഷ്ടപ്പെട്ടും. അങ്ങനെ പൂർണ്ണ സന്ദർഭത്തിൽ കാബീൽ ഹാബീലിനെ വധിച്ചു. ഇതാണ് ഇസ്ലാമിലെ ആദ്യത്തെ വധ. അതിനുശേഷം കാബീൽ ഹാബീലിനെ തോളത്തിലേറ്റ് ഏകദേശം 1 വർഷം 100 വർഷം എന്നൊക്കെ അഭിപ്രായം വന്നിട്ട് നടന്നു. അവസാനം 2 കാക്കയെ അയച്ചു. അതിലൊരു കാക്ക മറ്റേ കാക്കയെ കൊന്ന് അതിനെ കുഴിച്ചുകൊണ്ട് രംഗം കാബീലിനെ ഉള്ള കാണിച്ചത്. ഏത് കണ്ട് കാബീലും ഹാബീലിനെ അതേമാതിരി കുഴിച്ചു ദഫൻ ചെയ്തു. അതിനുശേഷം കാബീൽ ഒരു മലൻ്റെ മുകളിലോട്ട് കയറിപ്പോയി. അങ്ങനെ അവിടുന്ന് ഒരു കുതിര കാബീലിനെ നിറവേൽപ്പിച്ചു. ഈ സന്ദർഭത്തിലാണ് ആദം നബി കാബീലിനെ കാണുന്നത്. അപ്പോൾ കാബീലിന് വേണ്ടി ആദം നബി ദുആ ചെയ്ത് പിന്നെ എല്ലാ ദിവസവും ഹാബീലിൻ്റെ ഖബറിൽ പോയി ദുആ ചെയ്തു. ആദം നബി അലൈഹി സ്വലാമിന് ശേഷം അയക്കപ്പെട്ട പ്രവാചകനാണ് ഇദ്രീസ് നബി. ഇദ്രീസ് നബിയുടെ കാലഘട്ടത്തിലാണ് വസ്ത്രനിർമ്മാണം തുടങ്ങുന്നത്, ഗണിതം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്, അതുപോലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി കുതിരസവാരി പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. എല്ലാം ഇദ്രീസ് നബിൻ്റെ കാലഘട്ടത്തിലാണ് തുടക്കം കുറിക്കുന്നത്. അതുപോലെ ഈ സമുദായം ബാബിലോണിയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഇദ്രീസ് നബി മിസ്രിലേക്ക് വരാൻ പറയും. അപ്പോൾ ബാബിലോണിൽ ആദ്യൊരു നദി ഉണ്ടായിരുന്നു. ആ നദിയെ ആസ്വദിച്ച് അവിടെ കൃഷി ചെയ്ത് അതിന് ചുറ്റിലായിട്ടായിരുന്നു ഈ ഇദ്രീസ് നബിയുടെ സമുദായം കഴിച്ചു കൂട്ടിയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് മിസ്രിലേക്ക് അവരോട് വരാൻ വേണ്ടി പറയുമ്പോൾ ഒരു കാരണവശാലും അവർ സമ്മതിക്കൂല. അത് പ്രായോഗികമല്ല. കാരണം ആ നദിയിട്ട് ഇങ്ങനെ ഈ മിസ്രിലേക്ക് വന്നാൽ ആ രാജ്യത്ത് ഇങ്ങനെ ഒരു നദി ഉണ്ടോ, എന്താണ് അവസ്ഥ ഒന്നും അറിയാതെ നേരിട്ട് കയറി വന്ന് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിന് വളരെ ഒരു പ്രയാസകരമാണ് എന്ന് പറഞ്ഞ് അവർ വരാൻ വേണ്ടി കൂട്ടാക്കൂല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരങ്ങനെ മിസ്രിലേക്ക് വരും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ വെച്ച് നൈൽ നദിയെ കീഴ്പ്പെടുത്തി കൊടുക്കും. അങ്ങനെ നൈൽ നദി എന്തുകൊണ്ടും ഈ പറഞ്ഞ ബാബിലോണിയിലെ ആ നദിയേക്കാൾ ഏറ്റവും ഉത്തമമായത് മിസ്രിലെ നൈൽ നദിയാണ്. എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു പ്രദേശമാണ്.
അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ സമുദായം പിന്നെ അവസാനിക്കുന്നത് ആ നാട്ടിലെ തന്നെ ജീവിച്ചുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇദ്രീസ് നബിയുടെ കാലഘട്ടത്തിൽ പറയപ്പെടുന്നത്. നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി മലബാറിൽ ഹിദായത്തിൻ നൂറാ നജ്മെന്നും അലങ്കാര വീടാ മലബാറിൽ ഹിദായത്തിൻ നൂറാ നജ്മെന്നും അലങ്കാര വീടാ ഇൽമിൽ തെളിയും കൂടാണ് ഇസ്കാൽ നിറയണ മണ്ണാണ് അജബിൽ ഒളിവിൽ മലരാണ് കൽബിൽ കുളിരണ നിധിയാണ് നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി മനമഗദാവത്തിൻ നിനവുകൾ പടർത്തി ഇബ്രാഹിം ഹാജിയോരെ അദബിലായി നിറഞ്ഞ് മനമഗദാവത്തിൻ നിനവുകൾ പടർത്തി ഇബ്രാഹിം ഹാജിയോരെ അദബിലായി നിറഞ്ഞ് ഇവിടമിൽ വസിക്കുന്ന നജിമികൾ കനിവായി നഖമുള്ളിൽ ചാർത്തിടുന്നു സാധനത്തിൻ പൊലിവ് ഇന്നാ മണ്ണിൽ ചേലായി കൽബിൽ സ്നേഹത്തിരയായി ആഘോഷമായിത ചേരുമിവിടമിൽ ചേലിലലിഞ്ഞിടുമലങ്കൃതമായി സന്തോഷമായ അഭിലാഷമായി ആഹ്ലാദ തിരകൾ അലകടലായി നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി നൂറിൻ ശോഭ നിലാവായി ദീനിൻ താരകിനാവായി വിഭാഗത്തിലായിട്ട് നമസ്കാരത്തിലെ കഴിഞ്ഞു കൂടാൻ വേണ്ടി നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത് പ്രിയ പത്നി ഖദീജ അള്ളാഹാണ് ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അത് നമുക്ക് വലിയ പാടാണ്. ഭാര്യയുടെ എത്ര സപ്പോർട്ട് ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് ജമ്മിലോനെ എന്ന് പറഞ്ഞാണ്ട് എന്നെ പുതുപ്പിക്കുക. അപ്പോഴാണ് സുഹൃത്ത് ഞാൻ മുദ്ദസ്സിർ ഈ ആന ഈ കാബ കണ്ടപ്പോ അത് മുട്ടുത്തിരുന്നു. ആ ആന പോകാൻ അദ്ദേഹത്തിന്റെ സൈന്യം ഒരു കുന്തെടുത്തിട്ട് ആനനെ കുത്തി എഴുന്നേപ്പിച്ചിട്ടാണ് പിന്നെ രണ്ടാമത്തെ പോകുന്നത്. അപ്പുറത്ത് ഈ കൊട്ടാരം ഈ കാബ പൊളിക്കാൻ വരാൻ കാരണം എന്താ വെച്ചാല് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വലിയൊരു മന്ദിരം ആ കാലഘട്ടത്തിൽ അതിന് തുല്യക്കാണ്ട് വേറൊരു മന്ദിരം ഇല്ല. ആ മന്ദിരത്തിലെ ഒരു കിനാനക്കാരനായ ഒരു ഖുറൈശി, ആ കിനാനക്കാരനായ ഒരു ഗോത്രക്കാരൻ ഖുറൈശി ഏകാന്തത പ്രാപിക്കാൻ വേണ്ടി ഓരേറിലേക്ക് വരികയും അവിടെ വന്ന് ബസ്സിന് വിരിക്കുകയും ചെയ്തു. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, നബിക്ക് ഖുർആൻ ഇറക്കി ഓരോ സംഭവങ്ങൾ എല്ലാവരും ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ത്യാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത്രയും മല കയറി വന്നുകൊണ്ടാണ് ഭക്ഷണം തിരിച്ച് ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് പേടിച്ച് വരുന്ന നബി പറഞ്ഞിട്ട് നിങ്ങൾ അതിയെ സഹായിക്കുന്നവരാണ്, ഒരു വീട്ടിൽ പഠിക്കാൻ അള്ളാഹ് പുറത്തു വിടുകയില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ കുടുംബത്തിന് പ്രാധാന്യം പ്രവർത്തിക്കുന്നു.
കുടുംബത്തിന് വേണ്ടി പ്രബോധനം ചെയ്യുക. അങ്ങനെ നബി എന്ത് ചെയ്തു? ജബൽ അബി ഖുബൈസ് മേലെ പോയിട്ട് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, അബി ഖുബൈസ്. അതെ, അവിടെ മക്കയിൽ ചെന്ന് നമുക്ക് കാണാൻ ഇപ്പോഴും ഉണ്ടാകും പർവ്വതം അബി ഖുബൈസ്. അതെ, ഈ കാബയിൽ നിന്നും 2.3 കിലോമീറ്റർ അടുത്താണ്. എന്നിട്ട് കുടുംബക്കാരെ വിളിച്ചേരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പർവ്വതത്തിന് മുകളിൽ ഒരു ശത്രുസേന വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറഞ്ഞു, നിങ്ങളുടെ വാക്കുന്ന ഒരു കളവിന്റെ ലാഞ്ചന പോലും ഞങ്ങൾ വിശ്വസിക്കും. ഇപ്പൊ പറഞ്ഞ അള്ളാഹു ഉണ്ടെന്ന് പറയാ, ദൈവമായി അള്ളാഹു മാത്രം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? നിശ്ചയിച്ചു. ആര്? അബൂലഹബ് നിശ്ചയിച്ചു. അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ നബിയുടെ കാലഘട്ടത്തിലുള്ള മക്കയുടെ ഒരു മിനിയേച്ചറാണ് വരുന്നത്. അതായത് നബിയും സഹാബത്തും രഹസ്യമായി പ്രബോധനം നടത്തിയ ദാറുൽ അർഖം ഒരുമിച്ച് കൂടി, പിന്നെ ശത്രുക്കളുടെ ദാറുൻ നദ്വ അവർ ഒരുമിച്ച് കൂടി സഭ നടത്തിയ മീറ്റിംഗ് ഹാളാണത്. പിന്നെ നബി ജനിച്ച വീടാണ് ഇവിടെ, ബനു അബ്ദില്ല. പിന്നെ നബിയുടെ ഖദീജ റളിയല്ലാഹു അബ്ദില്ല, പിന്നെ ഖദീജ റളിയല്ലാഹുവിന്റെ വീടാണിത്. ഇവിടെ നിന്നാണ് നേരെ ഓറയിലേക്ക് പോകുന്നത്. അത്രയും ദൂരം നയിച്ച് നടന്നുകാണ്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അത്ര ത്യാഗങ്ങൾ ഒരു ഭാര്യ സഹിച്ചിട്ടുള്ളത്. ശേഷം വരുന്നവ നബിയുടെ പ്രബോധനകാരൻ എന്ത് ചെയ്തു? നബിയുടെ കുടുംബമായ ബനു ഹാഷിം, ബനു മുത്തലിബ് ഇവരെ ഉപരോധിക്കുക, ഇവർക്കൊന്ന് ഭക്ഷണം കൊടുക്കുക, ഇവരോട് യാതൊരു ബന്ധം പാടില്ല. ഇതിൽ നിന്ന് ബനു ലഹബ് മാത്രം വിട്ടുന്നു, അദ്ദേഹത്തിന്റെ കുറച്ച് കുടുംബം, ഭാര്യ, മക്കൾ മാത്രം. ഇവരെല്ലാവരും ഒരു മലഞ്ചേരി കൊണ്ടാക്കി. ഷാബ് അബി ത്വാലിബ് എന്ന് പറയും. എന്നിട്ട് അവിടെ ഇവർക്ക് ഭക്ഷണങ്ങളോ എത്രത്തോളം വെച്ചാൽ ഭയങ്കര ത്യാഗമായിരുന്നു. ഒരു ചെറിയ കുട്ടികൾ വരെ വിശന്ന് കരയുന്ന അവസരമായി കിടങ്ങനെ ഈ മക്കയുടെ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം ഇത് നിരോധിക്കുകയും അങ്ങനെയാണ് അഷാബ് 3 വർഷത്തോളം ഫുൾ ത്യാഗമായിരുന്നു. ഭക്ഷണങ്ങളില്ല, ആരും സംസാരിക്കാൻ ഒന്നിനും വരികയില്ല. അതിന് ശേഷം 3 ദിവസത്തിന് ശേഷം നബിയുടെ വല്യപ്പ മരണപ്പെട്ടു. ശേഷം നബിയുടെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഈ വിഷമൊക്കെ സഹിച്ചാണ് നേരെ തോയിഫിലേക്ക് വരികയാണ്. കാരണം തോയിഫിനെ തന്റെ കുടുംബമുണ്ട്, അവരെങ്കിലും സ്വീകരിക്കോ. അങ്ങനെ വിശ്വാസം വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ത്യാഗമായിരുന്നു. അവരെ സഹായിച്ച് നബി ആട്ടി. എത്രത്തോളം കുട്ടികളുടെ കയ്യിൽ കല്ല് കൊടുത്തുകൊണ്ട് നബിയുടെ ചോര വന്ന് ചെരിപ്പെല്ലാം ചോരയോട് വെട്ടി. അങ്ങനെ നബിയുടെ മുന്തിരിത്തോട്ടത്തിൽ കയറി. അവിടുന്ന് അദ്ദാസ് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, ജൂതനായിരുന്നു. അദ്ദാസ് എന്നൊരു വ്യക്തി അവിടുത്തെ പണിക്കാരനായിരുന്നു. അദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് അന്ത്യപ്രവചനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ശേഷം വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജാണ്. അതായത് നബി ഉമ്മഹായ റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം ആ വീടിന്റെ മച്ച് ഉയർത്തി. ആ സമയത്ത് പിന്നെ അവിടുന്ന് നബിയെ കൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിൽ ആനി റളിയല്ലാഹു അൻഹു, ഇത് മക്കയിലാണ്. അവിടുന്ന് പിന്നെ നേരെ ബൈത്തുൽ മുഖദ്ദിസിലാണ് പോണത്. ആണ് മിഅ്റാജ്. അതിന്റെ ഇടയിൽ നബീനെ മദീനയിൽ ഉയർത്തി 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം മൂസാ നബി അള്ളാഹുവിനെ സംസാരിച്ച പർവ്വതമുണ്ട്, തൂരിസീന പർവ്വതം, അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം നേരെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് വരികയാണ്. അന്ന് അവിടെ കുബയൊന്നുമില്ല, ആ ഒരു പാറയാണ്, ബുറാഖിന് കെട്ടിയിട്ട പാറയാണുള്ളത്. ശേഷം ഇവിടുന്ന് ആകാശയാത്ര നടത്തി. പാടില്ല, അത് നടന്ന ഈ പാറയുടെ വെള്ളമാണ് കാണണ്ടല്ലോ, കുബ്ബ കാണണ്ടല്ലോ. അത് ഇതിന്റെ മുകളിലാണ് വരുന്നത്. അവിടെ കാണിച്ചില്ലേ? ശേഷം നബിക്ക് എന്താണ് ഹിജറ ചെയ്യാനുള്ള കൽപ്പന വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു വീടാണ്. അലി അള്ളാഹിനെ നബിന്റെ വീട്ടിൽ കടത്തി പുതപ്പ് മേടിച്ചുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നബിയെ. കാരണം വിശ്വസ്തനാണല്ലോ നബി നാട്ടിൽ വിശ്വസ്തനാണ്. അപ്പൊ ചില കാര്യങ്ങൾ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടാവും, ചില വേറെ എന്തെങ്കിലും പടച്ചിട്ട് അങ്ങനെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി അലി അള്ളാഹിനെ വീട്ടിൽ കടത്തി. അതിന് നബി വീടിന് പുറത്തിറങ്ങി നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി. ശരിക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് റൂട്ട് എത്ര ഉണ്ടാവുള്ള റൂട്ട്, ഈ ഗ്രേ കളർ തന്നെയില്ല റോഡ്. പക്ഷെ നബി എന്ത് ചെയ്തു? നേരെ മക്കയുടെ ബാക്കിലേക്ക് പോയി. അങ്ങനെ ഓറസ് സൗർ, അവിടെ ഒരു ഗുഹയുണ്ട്, സൗർ ഗുഹ. സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചു. ശേഷം അവിടുന്ന് ഇങ്ങനെ കണ്ടു. അവിടുന്ന് വരിക നേരെ വന്നു വയൽ വെച്ച് കണ്ട് ഉമ്മ മഅബദ് എന്നൊരു സ്ത്രീയുണ്ട്. അവരുടെ വീട്ടിൽ കയറിയുണ്ട്. അവിടെ ചെന്നപ്പോൾ ബാക്കി കുറെ ആടുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരെല്ലാം മേക്കം കൊണ്ടുപോയിക്കാണ്. ആകെ ഒരു രോഗം പിടിച്ച ആടുണ്ട്, കറവ പറ്റിയ ആടാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വിശ്വസിച്ചു. പറഞ്ഞു കറവ പറ്റിയ ആടാണ്, ഇതൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. അപ്പൊ നബിയോട് പറഞ്ഞു, താങ്കൾ ഇഷ്ടം, താങ്കൾ ആടിനെ പാല് ഉണ്ടാവില്ല, എന്നാലും കറന്നോളൂ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്നു. പക്ഷെ എത്രത്തോളം പല പാത്രങ്ങൾ പാലിന് നിറഞ്ഞു. ഒരു രോഗം പിടിച്ച ആടായിരുന്നത്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ ശേഷം നേരെ നബി വരുന്നത് മസ്ജിദ് ഖുബ, ഒരു ഖുബ എന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കരിക്കുന്നത്. അലിറളിയല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലിറളിയല്ലാഹു അവിടെ തിരിച്ചു വന്ന് ഇവിടെപ്പം കൂടി നേരെ പിന്നെയാണ് മദീനയിലേക്ക് വരുന്നത്. മദീനയിലേക്ക് അബൂ അയ്യൂബ് അൻസാരി എന്ന വ്യക്തിയുടെ വീടിന് മുമ്പിലാണ് ഒട്ടമുത്ത്. അപ്പോൾ അവിടെ താമസിച്ചു. പിന്നെ അവിടെ മസ്ജിദ് നബി നിർമ്മിച്ചു. നമ്മൾ മക്ക കണ്ട പോലെ ആ കാലത്തുള്ള മദീനയുടെ മിനിയേച്ചറാണ്. മക്കയുടെ കണ്ടില്ലേ, അതേപോലെ മദീനയുടെ മിനിയേച്ചറാണ്. ഇത് മസ്ജിദ് നബവി. ഇത് നബിയുടെ പത്നിമാരുടെ വീടാണ് ചുറ്റിനും. സഫിയ, ജവൈരിയ, ഹബീബ, മൈമൂന, പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട് അവിടെ വരുന്നത്. പിന്നെ മസ്ജിദ് ഖിബലത്തി, 2 ഖിബലത്താണല്ലോ, ഒരു ഭാഗത്ത് ഖിബല, അതൊക്കെ ഇവിടെ വരും. പിന്നെ ജൂതന്മാർ, അവിടുത്തെ പല ജൂതന്മാരുണ്ട്. ഓരോ ജൂതന്മാരുടെ ഗോത്രങ്ങളാണ് ഇവിടെ വരുന്നത്. ബനു ഖുറൈള. പിന്നെ മസ്ജിദ് ഖുബ അവിടെ ഭാഗത്ത് വരുന്നുണ്ട്. അന്നത്തെ ഭാഗത്ത് മദീനയുടെ ചെറിയൊരു രൂപമാണ്.
ശേഷമാണ് ഈ ഹിജറ 2-ാം വർഷം ഹിജറ ചെയ്ത അന്നാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം എന്തിനുണ്ട്, സുഫിയാൻ. അപ്പോൾ 5000 ദീനാർ വരുന്ന കച്ചവട വസ്തുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് ആ വസ്ത്രം പിടിച്ചെടുക്കാൻ വേണ്ടി നബി പോണേ. അബൂ സുഫിയാന്റെ കച്ചവട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നബി സ്വഹാബിനെ കൂട്ടി കുറച്ച് ആൾക്കാർ പോകണുള്ളൂ. പക്ഷെ ആയുധങ്ങളൊന്നുമില്ല, കാരണം അവരെ തടഞ്ഞ് സാധനം വാങ്ങാനുള്ളൂ. ഈ വിവരം അബൂ സുഫിയാൻ നേരെ മക്കയിലേക്ക് അറിയിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു, 1000-ഓളം ആൾക്കാരെയും കൂട്ടിയാണ് യുദ്ധത്തിന് തയ്യാറായി. നബിയുടെ അടുത്ത് വാളുമില്ല, ഒന്നുമില്ല, പൊട്ടിയ വാളും കടച്ചിട്ടുണ്ടെങ്കിൽ ബദറാണ്. അങ്ങനെ നേരെ ഒരു ബദറിനെ സമീപിച്ചു. ഒരു ബദറിന്റെ മേലഭാഗത്തായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു, അടിഭാഗത്താണ് മുസ്ലിം സൈന്യം. അപ്പൊ ഇവിടെ വെള്ളത്തിന് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, അടിഭാഗത്ത് കുഴി ഉണ്ടാക്കി വെക്കുക, കുറച്ച് കുളന്മാര് കുഴി ഉണ്ടാക്കി വെക്കുക. അന്ന് രാത്രി മഴ പെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ശത്രുക്കളുടെ സമയത്ത് ഫുള്ള് ചളിയാവുകയും അവിടെ ആകെ പ്രയാസമായി. പക്ഷെ ഇവിടെ കുയ്യത്തിയുടെ ഇവർക്ക് വെള്ളം കാര്യങ്ങളൊക്കെ സുലഭമായിച്ചു. അങ്ങനെ 16 പേര് ഷഹീദായി. 313 സഹാബികളുണ്ടായിരുന്നു, 16 പേര് ഷഹീദായി. എന്നാൽ ശത്രുക്കൾ 70 പേര് കൊല്ലപ്പെട്ടു, 60 ആൾക്കാരെ തടവിലാക്കി. അങ്ങനെ തിരിച്ചുപോയി. ഇതിന്റെ പക വീട്ടാൻ നേരെ ഉഹദിന് വരികയാണ്. എത്ര വർഷം, ഹിജറ 3-ാം വർഷമാണ് ശവ്വാൽ. ഇതിന് പക വീട്ടാൻ വേണ്ടിയാണ്. പക്ഷെ തോറ്റല്ലോ, ഇനി ഇതിന് ഡിഫൻഡ് അടിക്കാൻ വേണ്ടിയാണ് വരികയാണ് ജബൽ ഉഹദ്. അപ്പോൾ ഈ ഉഹദിന്റെ ചരിത്രം നബി കുറച്ച് ആൾക്കാരെ അമ്പയാൻ വേണ്ടി മലമുകളിൽ നിർത്തി. അപ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ശക്തമാകുമല്ലോ. ഇനി യുദ്ധം ഭയങ്കര കൊടുമ്പിരി കൊള്ളുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ മുസ്ലിങ്ങൾ ശത്രുക്കളെ ഭാഗത്ത് 18 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവർ പിന്തിരിഞ്ഞോടി. അപ്പോൾ ഈ മലമുകളിലുള്ള ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞു എന്റെ കൽപ്പന ഇല്ലാതെ ഒരിക്കലും ഇറങ്ങി വരുന്നത് പറഞ്ഞിരുന്നു. അങ്ങനെ ചിലർ യുദ്ധം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു, അല്ലെ വലിയപത്തെ സ്വീകരിക്കുന്നു. പക്ഷെ ഇതിലൊരാളുണ്ടായിരുന്നു, ഖാലിദ് ബിൻ വലീദ്, ഭയങ്കര തന്ത്രജ്ഞാനിയാണ്. അദ്ദേഹം നേരെ ബേക്കൂടെ വന്നുകൊണ്ട് മുസ്ലിമാണ് ആക്രമിച്ചു. എല്ലാവരും അശ്രദ്ധയിലിരിക്കുന്ന സമയത്ത് തന്നെ, ഗഫലത്തിലായിരുന്നു. ആ സമയത്താണ് എന്തുണ്ടായിരുന്നു, ഭയങ്കര നഷ്ടം ഉണ്ടായി. 70ഓളം മുസ്ലിങ്ങൾ മരണപ്പെട്ടു. അവിടെ ബദറിൽ 70 കാഫിരികളെ കൊന്നു, ഇവിടെ നേരെ 70 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്ന് വരെ ആ വാർത്തകൾ പ്രചരിച്ചു. അതൊക്കെ ഉഹദിലാണ് ഉണ്ടായിരുന്നത്. ശേഷം ഉഹദ് യുദ്ധത്തിന് ശേഷം ഖന്തക് യുദ്ധമാണ് വരുന്നത്. അതായത് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, അവരെ നബി എന്ത് ചെയ്തു, പുറത്താക്കി. അപ്പൊ ഇവർ പോയിട്ട് എന്ത് ചെയ്തു, മക്കക്കാരുമായിട്ട് അവരെ നിങ്ങൾ യുദ്ധത്തിന് വരണം, കാരണം നമ്മളെല്ലാവരും ചേർന്ന് വലിയൊരു സൈന്യവും 10,000-ഓളം വരുന്ന സൈന്യവും അവിടെ സ്വഹാബികളെ കുറച്ചാളെ നമുക്ക് പോയാൽ എന്തായാലും ഇവിടെ തോൽപ്പിക്കാൻ കഴിയും. ഈ വിവരം എന്ത് ചെയ്തു, നബി അറിഞ്ഞു. അപ്പൊ നബി ഇങ്ങനെ ആലോചിക്കുമ്പോൾ സൽമാൻ ഫാരിസി ഉണ്ട്, പേർഷ്യൻ യുദ്ധ ചരിത്രമാണ് കിടങ്ങ് കൊഴിക്കുക എന്നുള്ളത്. മദീനയുടെ ഒരു ഭാഗമാണെങ്കിൽ പർവ്വതമാണ്, അതിലൊരിക്കലും ആർക്ക് കയറിയാൻ കഴിയില്ല. 2 ഭാഗം ചിരൽക്കലും കറുത്ത പാറകളാണ്, നല്ല ചൂടുള്ള പാറയാണ്, ഒരു മൃഗത്തിന് ഒന്നിനും കയറാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഈ ഭാഗത്തോടെയാണ് കയറി വരിക, മെയിൻ എൻട്രൻസ്. അവിടെ എന്ത് ചെയ്തു, 5 കിലോമീറ്റർ 5.5 കിലോമീറ്റർ നീളത്തിൽ കിടങ്ങ് ഒഴിച്ചു. കിടങ്ങിന്റെ ആയം 3 മീറ്റർ, വീതി 4 മീറ്റർ. ഇങ്ങനെ ശത്രുക്കൾ വന്നപ്പോഴാണ് കിടങ്ങിന്റെ ചതി മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് അങ്ങനെ കടക്കാൻ സാധിച്ചില്ല. അങ്ങനെ അമ്പ ചെയ്തു. അതിൽ 6 മുസ്ലിങ്ങൾ ഷഹീദായി, ഇവരെ ഭാഗത്തുനിന്ന് 3 ആൾക്കാർ ഷഹീദായി. അപ്പോൾ അല്ലാഹു തആല ചെയ്തു, വലിയൊരു കാറ്റയച്ചു, ശക്തമായ കാറ്റ്. എത്രോളം വെച്ചാൽ ഇവരുടെ ടെന്റുകളൊക്കെ പറന്നുപോയി. പക്ഷെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അടുപ്പുണ്ടാക്കണമെങ്കിൽ തീ എത്തിക്കണ്ടേ. അപ്പൊ എല്ലാവരും കൂടി നിങ്ങളുടെ ഇങ്ങനെ തീ എത്തിക്കും. കാറ്റ് കാരണം എല്ലാവരും തീന് ചുറ്റും കൂടി. പക്ഷെ അതും ഉണ്ടാക്കി, പക്ഷെ ഭക്ഷണങ്ങളൊക്കെ മറിഞ്ഞു ചെയ്യും. അങ്ങനെ പട്ടിണിയായി അവർ തിരിച്ചുപോയി, അതൊക്കെ തിരിച്ചുപോയി. ശേഷം ഹിജറ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു, അതായത് തവാഫ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കാബ ഒന്ന് തവാഫ് ചെയ്യാനായിട്ട്. അങ്ങനെ നബി 1500 സ്വഹാബികളുമായി ഉംറ ചെയ്യാൻ വേണ്ടി ഹിജറ 6-ാം വർഷം ഉംറ ചെയ്യാൻ വേണ്ടി കാണും നേരെ മക്കയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ ശത്രുക്കൾ എന്ത് ചെയ്തു, നബി യുദ്ധത്തിന് വരികയാണ് വിചാരിച്ച് ഖാലിദ്, നേരത്തെ പറഞ്ഞ ഖാലിദ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരെ അയക്കുകയാണ്. അപ്പൊ നബി ഇവിടെ എന്താ നേരെ റൂട്ട് മാറ്റി പിടിച്ചു. നേരെ മക്കാനെ ഹുദൈബിൽ എത്തിയപ്പോൾ നബിയുടെ കസ്വ എന്നൊരു ഒട്ടകമുണ്ട്, കസ്വ, അത് മുട്ടുകുത്തി. അപ്പൊ നബി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവർ എന്ത് കരാറ് പറയുകയാണെങ്കിലും ഞാൻ അംഗീകരിക്കും, പക്ഷെ അള്ളാഹുവിനോ ഇസ്ലാമിന് എതിരായിരിക്കരുത്. അങ്ങനെ ഇവർ ഓരോരോ ആൾക്കാരെ അയച്ചു. അപ്പോൾ കരാറ് സ്ഥാപിച്ചു. അതായത് ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, അടുത്ത വർഷം വന്ന് 3 ദിവസം താമസിക്കാം മക്കയിൽ, എന്നിട്ട് ഉംറ ചെയ്ത് പോവാം. രണ്ടാമത് 10 കൊല്ലം രണ്ടാൾക്ക് തമ്മിൽ യാതൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, മക്കയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണ്, മദീനയിലേക്ക് വരികയാണെങ്കിൽ ആരപ്പം തന്നെ തിരിച്ചയക്കണം, ആരും അവിടെ വരാൻ പാടില്ല. പിന്നെ മദീനയിൽ നിന്ന് ആരെങ്കിലും തിരിച്ച് മക്കയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചയക്കൂല, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ കരാറിൽ പാലിച്ചു. അങ്ങനെ വിശ്വാസം ഈ കരാർ കഴിഞ്ഞ് നേരെ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. അതേ വർഷം ഹിജറ 7 മുഹറം മാസത്തിലാണ്. അപ്പോൾ ഖൈബറിലെ ജൂതന്മാർ, ഖൈബറാണ് സ്ഥലം, അവിടെ ജൂതന്മാർ അവർ നബിയുമായിട്ട് യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ മുഹറം മാസത്തിൽ ഇവർ നബിയെ കാത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ വന്ന് നിൽക്കും, നബി വരുന്നുണ്ടോ നോക്കി കണ്ട്. പക്ഷേ ആയുധമായിട്ട് ഇങ്ങനെ അവിടെ അതിർത്തി വന്ന് നിൽക്കും. കുറേ ദിവസം നബി വരുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവിടെ കൃഷി ആയുധങ്ങൾ എടുത്ത് കൃഷിക്ക് ഇറങ്ങി. പെട്ടെന്നാണ് നബി വരുന്നത്. ഈ സമയത്ത് എല്ലാവരും കോട്ടയിലേക്കാണ് വിളിക്ക് കയറി. ഇവിടെ കോട്ടകളാണിത് എല്ലാവരും. അപ്പോൾ നബി പല ദിവസം ചില കോട്ടകൾ 6 ദിവസം, ചില കോട്ട 20 ദിവസമൊക്കെ ഉപരോധിച്ചു. പക്ഷെ അങ്ങ് വഴങ്ങിയില്ല. അങ്ങനെ അവിടെ കൃഷി ഈത്തപ്പനത്തോട്ടം, മുന്തിരിത്തോട്ടമൊക്കെ കത്തിക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെ അവർ വഴങ്ങി അവനെ. ഇതാണ് മെയിൻ കോട്ട. ഇവിടെയാണ് അലി റളിയല്ലാഹു നബി പതാക കൊടുക്കുന്നത്. അലി റളിയല്ലാഹുവിനോട് പറയും, ഇത് 40 പേര് കുടിച്ചു പോയിട്ടും ആ ഡോറ് പൊന്നുന്നില്ല. അലി റളിയല്ലാഹു ഒറ്റയ്ക്ക് വന്നു കണ്ട ഡോറ് പൊക്കി. അങ്ങനെ അവിടെ തകർത്തി. ഇവർ പൂർണ്ണമായി മുസ്ലിങ്ങളെ വഴങ്ങി. പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ഒട്ടകശം കൂടെ മാത്രം, ഒട്ടകത്തിന് എത്ര ചുമക്കാൻ പറ്റും, അത് ഒരു ഒട്ടകത്തിന് എത്ര വഹിക്കാൻ പറ്റും ഭാരങ്ങളൊക്കെ, അത് മാത്രം എടുത്ത്, അത്രയും സാധനം മാത്രം എടുത്ത് ഞങ്ങൾ പോയിക്കോളാം. ബാക്കി ഫുള്ള് മുസ്ലിം കിട്ടി. ഈ തോട്ടങ്ങളും കാര്യങ്ങളും കോട്ടകളും വീടും ഒക്കെ മുസ്ലിം വലിയൊരു ഗനീമത്ത് കിട്ടി. ശേഷം മക്കത്തുൽ ഫതഹ്. നമ്മൾ ഉദയ സന്ധിയിൽ പറഞ്ഞിരുന്നു, അവിടെ ഒരു സമയം, അതായത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സുലഹയ്യ, അതായത് സഖ്യം ചേരാം, ആരും പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെ ബനു ബക്കർ എന്ന ഗോത്രം ഇവിടെ ശത്രുക്കളുമായിട്ടും ഖുസാ എന്നൊരു ഗോത്രം നബിയോടുമായിട്ട് എന്ത് സഖ്യം ചേർന്നു. ഞങ്ങൾ ഈ യുദ്ധത്തിന് ഉണ്ടാവില്ല, നിങ്ങളുമായിട്ട് രഞ്ജിപ്പിലായിരിക്കും, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ അങ്ങനെ ഏറ്റെടുക്കും. ആ സമയത്താണ് ബനു ബക്കറ എന്ന ഗോത്രം ഖുസായെ എന്ത് ചെയ്യണം ആക്രമിക്കുന്നത്. ഇതിനാരും സഹായിച്ചു? മുശ്രിക്കുകൾ സഹായിച്ചു. അപ്പോൾ അവിടെ എന്ത് കരാറ് തകർന്നു. ശരിക്കും അങ്ങനെ ഇവിടെ സഹായിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ അബൂ സുഫിയാനെ വന്നുകൊണ്ട് നബിയോട് ഈ കരാറ് പുതുക്കണം, ഒന്ന് ചെയ്യരുത് പറയുന്നുണ്ട്. പക്ഷേ നബി മൈൻഡ് ചെയ്തില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ പല ഭാഗത്തു കൂടെ മക്കയുടെ പല എൻട്രൻസ് കൂടെ വരുന്നത്. ഒന്ന് അലി റളിയല്ലാഹു, ഖാലിദ് റളിയല്ലാഹു, സുബൈർ റളിയല്ലാഹു, പല സംഘങ്ങളായിട്ട് മക്കയിലേക്ക് കയറുന്നത്. അങ്ങനെ മക്ക ഫുള്ള് കീഴടക്കി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന് അറവിന്റെ ദിവസമാണ്, എല്ലാവരും വെട്ടിക്കളയും ശത്രുക്കളെ ഇറങ്ങും. പക്ഷെ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി പറഞ്ഞു, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, എല്ലാവരും വെറുതെ വിടും പറഞ്ഞു. അങ്ങനെ ഈ മക്കാരെല്ലാം പിടിച്ചെടുത്തു. പക്ഷെ ഈ മക്ക ഫത്തിന് ശേഷവും 2 ഗോത്രക്കാർ, സഖീഫ് ഹവാസിൻ ഗോത്രക്കാർ, അവരൊരിക്കലും എന്ത് ചെയ്തില്ല, ശത്രു വിട്ടുകടത്തില്ല. അങ്ങനെ അവർ ശത്രുതയെ തന്നെ നിന്നു. ഞങ്ങൾക്ക് സുലൈഹിന് വരാൻ പറ്റൂല, ഞങ്ങൾ യുദ്ധം ചെയ്യും പറഞ്ഞു. അങ്ങനെ ഹുനൈൻ എന്ന സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8 ശവ്വാൽ മാസത്തിലാണ് പുറപ്പെടുന്നത്, 6-ാം തീയതി. അങ്ങനെ വാദി ഹുനൈൻ, ഈ ഹുനൈൻ മതത്തിന്റെ താഴ്വര എത്തിയപ്പോൾ 10-ാം തീയതി ആയിരുന്നു. ഇവരൊരു ചതിപ്രയോഗം നടത്തി. പല ഭാഗത്തെ ഒളിച്ചു നിന്നു. ഇവിടെ ഒളിച്ചു നിന്നു. എന്ത് ചെയ്തു, 2 ഭാഗത്തൂടെ ഒന്ന് ആക്രമിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾ പിന്മാറി. പക്ഷെ നബി പിന്നെ ഒരു സൈന്യവുമായി നേരെ കയറി വന്നു. അങ്ങനെ ഇവർ ആക്രമിച്ചു. ജഅറാന സ്ഥലത്തുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയ ഇതേപോലെ ആക്രമിച്ച് തോറ്റപോലെ സമ്പത്തുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂട്ടി. പിന്നെ ഒരു സൈന്യം തീർന്നു നേരെ തോയിഫിലേക്ക് പോയിരുന്നു. തോയിഫിൽ കോട്ടയുണ്ട്, അവിടെ പോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈത്തപ്പന കൃഷിയും മുന്തിരിയൊക്കെ കത്തി നശിപ്പിക്കും, മരയൊക്കെ ഇറങ്ങി വന്നു പറഞ്ഞു. അങ്ങനെ ആ കോട്ട തയ്ക്കാൻ വേണ്ടി മിഞ്ചരീക്ക് പറഞ്ഞ സംഭവമാണ്, അതായത് ബീരങ്കി പോലെ ഉണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ കോട്ട തകർത്ത് അവരെ കീഴ്പ്പെടുത്തി. ഇതിലൂടെ മുസ്ലിംകൾക്ക് ധാരാളം സ്വത്ത് കിട്ടി. എത്രത്തോളം? 24,000 ഒട്ടകം, 40,000 ആട്, പിന്നെ 4,000 ഊക്കി അറിയുമ്പോൾ വലിയൊരു അളവാണ്. അത്ര വെള്ളി, കുറേ സൗകര്യത കിട്ടി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ഹജ്ജാണ് വരുന്നത്. നബി അവസാനമായി ഹജ്ജ് ചെയ്ത് വരുന്നത്. അങ്ങനെ നബി നേരെ വന്നു, മക്കയിലേക്ക് വന്ന് തവാഫ് ചെയ്തു. ആ ഹജ്ജിന്റെ കാര്യങ്ങൾ കർമ്മങ്ങൾ നടത്തി. അവസാനമായി നബി ജബൽ റഹ്മയിൽ കയറി അവിടെ സാരസമ്പൂർണമായ ഒരു പ്രഭാഷണം നടത്തി. ഇന്നത്തെ ദിവസം എൻ്റെ ദീനെ പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇനി ഈ ദീനിന് ഒരു കൂട്ടിക്കാലത്ത് ഒന്നുമില്ല. ഇവിടെ ആരൊക്കെ ഉണ്ടോ അവർ എന്നിൽ നിന്നൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്ക് മാത്രം കേട്ടുള്ളവരും ആ ലോകം മൊത്തം തബ്ലീഗിയാണ്, എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞു. അവസാനമായി പല ആളുകൾ കഴിഞ്ഞ് മദീനയ്ക്ക് തിരിച്ചെത്തി. നബിയുടെ അവസാന ദിവസങ്ങളാണ്. മുഹറം മാസത്തിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം പിടിപെട്ടു. അപ്പോൾ നബിക്ക് പല ഭാര്യമാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടി വെച്ചു. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു വീട്ടിൽ കഴിഞ്ഞുകൂടാം. അങ്ങനെ ആയിഷ റളിയല്ലാഹു വീട്ടിൽ രോഗശീലയിൽ കിടക്കുകയാണ്. നബിയുടെ അവസാന സമയം വരെ നബിയുടെ ചിന്ത ഉമ്മത്തായിരുന്നു. നബിക്ക് ബോധം കെട്ടുപോയി. അങ്ങനെ നബി ബോധം ഉമ്മത്തി എൻ്റെ ഉമ്മത്തി എന്ത് പറ്റി, നിസ്കരിച്ചോ അങ്ങനെ ചിന്തയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിഷ റളിയല്ലാഹു മടി കിടക്കുകയാണ്. ആ സമയത്ത് റൂഹ് പിടിക്കുന്ന സമയമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറയുന്നത്, നബി യാ ആയിഷ ഇന്നലിൽ മൗത്തിന സക്കറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്തൊരു വേദനയാണ്. ആയിഷ നബിയാണ്, അന്ത്യപ്രവാചകൻ നബി, ലോകത്തിന്റെ നേതാവ് നബി. ആ നബി പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലോകത്തിന്റെ പ്രവാചകൻ ഏറ്റവും കരൾ അലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയി. ആ സമയം എനിക്ക് എത്ര നബിയുടെ വീട് അത്ര പട്ടിണിയായിരുന്ന സമയത്ത്, അതായത് 1.5 ദിവസം ഇടവിട്ട് ഒരു ദിവസം കഴിക്കും, ഒരു ദിവസം ഭക്ഷണം ഉണ്ടാവില്ല, ഒരു ദിവസം ഭക്ഷണം കഴിക്കും, ഒരു ദിവസം ഭക്ഷണം കഴിക്കില്ല. ആ സമയത്ത് തന്റെ പടയെങ്കിൽ ജൂതന് പണയം വെച്ച് അല്പം ഗോതമ്പ് വാങ്ങിയിരുന്നു. അതൊക്കെ ജൂതൻ തിരിച്ചടക്കാനുള്ള പൈസ കടങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു മരണപ്പെടുന്നത്. വല്ലാത്തൊരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു മരണം വിട്ടുപോകുന്നത്. Echo my GPT. Welcome back. We can continue our conversation from just now. If you don't want to, say new session. What do you want to talk about? Who is Prophet Muhammad sallallahu alaihi wasallam? Prophet Muhammad, peace be upon him, is the final prophet in Islam, born in Mecca around 570. He received revelations from God through the angel Gabriel, which form the Quran. Muhammad is known for his teachings on monotheism, justice, and compassion.
He united the Arabian Peninsula under Islam and is considered a model of moral character. His life and teachings നൂറിൻ ശോഭനിലാവായി ദീനിൻ താരകിനാവായി